അദ്ദേഹത്തെ എന്നോടൊപ്പം 2 വാക്ക് സംസാരിക്കുന്നതിനെ അത് ക്ഷണിച്ചു. രണ്ടുപേരും സംസാരിക്കുന്ന വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുമായിരുന്നു. നമുക്ക് ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ പലതും പറയുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞത് നല്ല ശത്രുവും മോശം ശത്രുവും. എനിക്കത് തിരിച്ചറിഞ്ഞതായിരുന്നെങ്കിൽ ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പണ്ട് ഈ കുഴപ്പം പിടിച്ച ശത്രുക്കളോട് മത്സരിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ആ നല്ല ശത്രുക്കളോട് മത്സരിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിങ്ങമാസം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു മാസമാണ്. അപ്പം നമ്മൾ ഈ മാസത്തിൽ ആ ചിങ്ങമാസത്തിൻ്റെ ഒരു ഉത്സാഹ ഉണർവും നമുക്ക് ആ മാസത്തിലുണ്ടാവും. ഈ ദശാകാലം പറയുകയാണെങ്കിൽ ഈ ശനിദശ കഴിയുമ്പം പിന്നെ ബുധദശ വരും. പക്ഷെ ശനിദശ പകുതിയാവുമ്പോഴേ ബുധദശയുടെ ലക്ഷണങ്ങൾ കണ്ടുകൊടുക്കും. നമ്മളിത് നമ്മുടെ ആ ജാതകത്തിലൊക്കെ എനിക്കത് വലിയ വിശ്വാസം വരുന്നത് ചുമ്മാ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഓരോ ജനറേഷനും നമ്മളിപ്പോൾ ജെൻസി കഴിഞ്ഞു. ജെൻസി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ജെൻസി എന്നാണ്. അത് കഴിയുമ്പം ആൽഫ വന്ന് ഇപ്പോൾ ബീറ്റയും തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഏത് ജനറേഷൻ വന്നാലും ശരിയല്ല, പഴയ നന്മകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാത്ത ആ ജനറേഷൻ്റെ ആ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് പ്രയോജനപ്പെടുത്തില്ല. നമ്മൾ ഈ കർക്കിടക മാസത്തിലെ ഈ രീതിയിലുള്ള ചിന്താഗതികളെല്ലാം നമ്മൾ മുന്നോട്ട് ശരിക്കും പ്രയോജനപ്പെടുത്തുകയാണ്. അങ്ങനെ ഓരോ ജനറേഷനിലും ആ ജനറേഷനിലെ നന്മകൾ ഉൾക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ഇവിടെ ഈ വർഷം തോറും ഇവിടെ ഈ പാരായണം സമ്മാനം നൽകുന്നതിനായി കൊല്ലം സുപ്രീം സ്റ്റൈൽ അതോറിറ്റി ശ്രീ ശിവൻ പ്രഭാന സാറും രഞ്ജിമാരും എല്ലാവരും കൂടെ രണ്ടാം സമ്മാനം ചെസ് നമ്പർ 108 വിശാഖ സുധീർ 2000 രൂപയും മൊമെന്റോയും സമ്മാനം. ഒന്നാം സമ്മാനം പെയിന്റിങ്ങിന് കിട്ടിയിരുന്ന ചെസ് നമ്പർ 119 അഭിനവ് സുജിത് 2500 രൂപ ട്രോഫി സർട്ടിഫിക്കറ്റ് മൊമെന്റോ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. രാമായണ പാരായണമാണ് അതിന് സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രോത്സാഹനമാണ്. ചെസ് നമ്പർ 15 വേദിക് സായ്, ചെസ് നമ്പർ 15 വേദിക് സായ്, ചെസ് നമ്പർ 11 ഗായത്രി RS, ചെസ് നമ്പർ 5 ഭരത് കൃഷ്ണ, ചെസ് നമ്പർ 1 ഹൃദ്യ A നായർ, ചെസ് നമ്പർ 13 കാർത്തിക SV, ചെസ് നമ്പർ 10 ആവണി അരവിന്ദ്, ചെസ് നമ്പർ 2 വിശ്വനാഥ്. ഇവർക്ക് എല്ലാവർക്കും രാമായണമാണ് സമ്മാനമായിട്ട്, പ്രോത്സാഹന സമ്മാനമാണ്. എല്ലാവരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാമായണവും മൊമെന്റും ഉണ്ട് എല്ലാവർക്കും. നല്ല വേദിയാവാം. ആരും തന്നെ വേദിയിൽ നിന്ന് പോകരുത്, എല്ലാവരും അവിടെ തന്നെ നിൽക്കാം. മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ചെസ് നമ്പർ 14 വേദിക് രാജ്, ചെസ് നമ്പർ 14 വേദിക് രാജ് 2000 രൂപയാണ് സമ്മാനം. 2000 രൂപ മൊമെന്റോ സർട്ടിഫിക്കറ്റ്. ചെസ് നമ്പർ 14 വേദിക് രാജ്. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ചെസ് നമ്പർ 12 നീരജ് കുമാർ, ചെസ് നമ്പർ 12 നീരജ് കുമാർ 3000 രൂപയും സർട്ടിഫിക്കറ്റ് മൊമെന്റോ ആണ് നേടിയിരിക്കുന്നത്.
2026 രാമായണ പാരായണ മത്സരം കൊല്ലം സുപ്രീം സ്റ്റൈൽ ക്ലബ്ബും മലയാള മനോരമയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഉദയനൂർ മുടിപ്പുരയിൽ വെച്ച് നടത്തിയ രാമായണ പാരായണ മത്സരത്തിന്റെ 1ാം സമ്മാനം നേടിയിരിക്കുന്നത് 5000 രൂപയും സർട്ടിഫിക്കറ്റും മെഡലും ട്രോഫിയാണ്. ചെസ് നമ്പർ 8 ഗോപിക. ചെസ് നമ്പർ 8 ഗോപികയെ വേദിയിലേക്ക്, ഈ വർഷത്തെ വിജയി ഗോപികയാണ്. ഗോപികയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 5000 രൂപ, മൊമെന്റോ, സർട്ടിഫിക്കറ്റ്, രാമായണം ഇവയാണ് അവർക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി അർപ്പിക്കുന്നതിനായി സർക്കുലേഷൻ മാനേജർ ശ്രീ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.